അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു, 2 ടേബിൾ സ്പൂൺ. അതിലേക്ക് ഞാൻ ഒരല്പം ഇഞ്ചി പേസ്റ്റ് ഇടുന്നു. പിന്നെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇടുന്നു. ഞാൻ കട്ടാക്കാണ്ട് എടുത്തത് കേട്ടോ. കുട്ടികളൊക്കെ കടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇടാത്തത്. ഇത് നല്ലോണം വഴറ്റി വെക്കും. അതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തത്, അത് ഇടുന്നു. ഒരു ചെറിയ മീഡിയം സൈസ് സവാള അതേപോലെ പൊടിയായിട്ട് അരിഞ്ഞത്. നല്ലോണം വഴറ്റിയെടുക്കാം. കൂടുതലൊന്നും വഴറ്റാനൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് ഉപ്പ് കണക്കാവും. അല്പം ഇടുന്നുള്ളൂ, ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നു. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നു, 1 ടേബിൾ സ്പൂൺ. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നു. അല്പം ഗരം മസാല ചേർക്കുന്നു കേട്ടോ. ഇനി ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് ഇതേപോണം വേവിച്ച് പൊടിച്ചെടുത്തതാണ്, ഉപ്പിട്ട് വേവിച്ച് പൊടിച്ചെടുത്താണ്. ഇതിലേക്ക് ചേർക്കുന്നു. ഒരു അല്പം കരിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ചേർക്കുന്നു. മല്ലിച്ചപ്പ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ഇതിലേക്ക് ഒരല്പം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നു. പച്ചമുളക് അധികം ഇടാത്തതിനെ കൊണ്ടാണ് കുരുമുളക് പൊടി ഞാൻ ഇട്ടത് കേട്ടോ. ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇതവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, ഇനി ഞാൻ 2 മുട്ട ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇടുന്നു. ഇതൊന്ന് അടിച്ചെടുക്കാം.
ഇതിലേക്ക് ആവശ്യമായ ഒരു 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. നമുക്കിത് മാറ്റി വെക്കും. ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച അത് നല്ലോണം പരത്തിയെടുക്കുന്നു. ഇതിലേക്ക് ഞാൻ ആ മുട്ട വെച്ച് കൊടുക്കുന്നു കേട്ടോ. അതേപോലെ നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ ഉണ്ടാക്കി ഉരുട്ടിയെടുക്കാം. ഓരോരുത്തർക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കൂല കേട്ടോ. ഇത് വേണം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യട്ടെ. ആവശ്യമുള്ളപ്പോൾ വെച്ചെടുത്താൽ മതി. ഇതെല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഉന്നക്കായൻ്റെ രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു 3-4 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 2 മുട്ട മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണ്. കോൺഫ്ലവറും കൂടി കൂട്ടി. നമുക്കിതൊന്ന് ഈ മുട്ടയുടെ ഇത് മുക്കിയിട്ട് എടുക്കാം. ഞാൻ 2 തവണ മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒക്കെ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഓക്കെ, ഒട്ടും വൈകുന്നില്ല. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇടുന്നു. പെട്ടെന്ന് തന്നെ കുക്കായി വരും കേട്ടോ. അധികം സമയമൊന്നും വേണ്ട. കണ്ടി
അപ്പോൾ അതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതൊന്ന് മുറിച്ച് നോക്കാം. ഓക്കേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. എപ്പോഴും പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.